നമസ്കാരം, എൻ്റെ പേര് രാഹുൽ എന്നാണ്. IPL ബയോളജിക്കൽസ് എന്നാണ്. നമ്മളുള്ളത് പാലക്കാട് ജില്ലയിലെ അലനല്ലൂരിലാണ്. എൻ്റെ കൂടെ ഉള്ളത് മുരളീധരൻ സാറാണ്. സാറേ, നമ്മൾ കഴിഞ്ഞ ഒരു മെയിൽ നമ്മൾ ഒരു പകുതിയോടുകൂടി നമ്മൾ ഫീൽഡിൽ വരുന്നുണ്ടായി. സാർ വിളിച്ചപ്പോൾ നമ്മൾ വന്ന സമയത്ത് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ജാതിൻ്റെ അകത്തുള്ള ഡൈബാക്ക് ഡിക്ലൈനിങ് രോഗമായിരുന്നു. ലാസിഡോ ബ്രോമ തിയോബ്രമ എന്ന് പറഞ്ഞുള്ള ഒരു ഫംഗസ് ഉണ്ടാക്കുന്ന ഒരു രോഗമായിരുന്നു. നമ്മളിപ്പോൾ അതിനെപ്പറ്റി നമ്മളന്ന് സംസാരിച്ചിട്ട് നമ്മളിവിടുന്ന് പോവുകയുണ്ടായി. നമ്മൾ കെമിക്കലായിട്ട് COC ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഞങ്ങൾ എന്തൊക്കെയാണ് തന്നത്, എന്തൊക്കെയാണ് ഉണ്ടായത്? ആദ്യം ഇതിൻ്റെ നന്നായിട്ട് COC അടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 10 ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ ബയോളജിക്കൽ ലിക്വിഡുകൾ തന്നത്. HDR നമ്മൾ കൊടുത്തത്. നമ്മൾ അതിനകത്ത് നൈട്രേഷ്യ, ഫോസ്ഫേഷ്യ, സിങ്കേഷ്യ, പൊട്ടാഷ്യ, പിന്നെ വാമച്ചിരി, റൂട്ട് ഇത്രയും സാധനം നമ്മൾ ആദ്യം തന്നിട്ടുണ്ട്. അതാണ്. അതും ഈ ഒരു ഏകദേശം ഒരു 2 ലിറ്റർ ഈ വലിയ ജാതിക്കൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മാറ്റാണ് ഇപ്പോൾ നന്നായിട്ട് കാണുന്നത്. ഒന്ന് രോഗം മാറി നിർജീവമായിരുന്ന ചെടി വീണ്ടും പഴയ ഒരു കണ്ടീഷനിലേക്ക് എത്താൻ തുടങ്ങി. ഇത് മുണ്ടത്താൻ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഞാൻ ആദ്യം കാണിച്ചിരുന്നത് കിണറ്റിങ്ങരയായിരുന്നു. ഇത് മുണ്ടത്താനാണ്. ഇതിന് അത്യാവശ്യം ഇതേമാതിരിയുള്ള ഡിസീസ് ഉണ്ടായിരുന്നു. ഒരു വെള്ളപ്പൂപ്പിലായിരുന്നു ഞാൻ കണ്ടിരുന്നത്. എനിക്കതിൻ്റെ ശാസ്ത്രീയ നാമം എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ടാണിത് തീരെ കായാൻ ഇല്ലാണ്ട് നിൽക്കുന്നത്, മുരടിച്ച് നിൽക്കുന്നു. അതിനൊക്കെ മാറ്റം വന്ന് ഇക്കുറി അത്യാവശ്യത്തിന് കുഴപ്പമില്ലാത്ത ഒരു പ്രശ്നം. ചെടിയുടെ രോഗങ്ങൾ മാറി അത്യാവശ്യം നല്ല ഗ്രോത്തിലാണ് ചെടി നിൽക്കുന്നത്. അത്യാവശ്യം കായുണ്ട്. നമുക്ക് വന്നത് വെച്ചാൽ ഈ മരപ്പിച്ച് കിടക്കുന്ന ഈ പട്ട ഇങ്ങനെ മരവിച്ച് കിടക്കുന്ന സ്ഥലം അല്ലേ, ഈ മരവിച്ച് നിൽക്കുന്ന സ്ഥലത്തുനിന്ന് നമുക്ക് ഈ ചെത്തിട്ട പോലെ നമുക്ക് എന്താ വെച്ചാൽ ഈ കറി ഒലിക്കായിരുന്നു. ബ്ലഡ് ഒലിക്കുന്നവരിങ്ങനെ ഒരു വെള്ള കളറിലൊരു കറി ഒലിക്കായിരുന്നു. ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റെമ്മിന്റെ ഡിക്ലൈനിങ് രോഗമാണ്. നമ്മുടെ ജാതിന്റെ പിന്നെ ജാതിക്കേൻ്റെ അകത്ത് വരുന്ന ഡിക്ലൈനിങ് രോഗമായിരുന്നു. കാങ്കറിൻ്റെ അകത്തൊക്കെ വരുന്ന ഒരു ഇതിൻ്റെ അകത്താണ്. ഇതിൻ്റെ അകത്ത് രോഗകാരി എന്ന് പറയുന്നത് ലാസി ഡിപ്ലോഡിയ തിയോബ്രമ എന്ന് പറയുന്ന ഒരു ഫംഗസ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്നാണ് ഈ സാധനം ഒലിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ അടുത്തതിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ട്രൈക്കോഡർമ ഇവരുടെ നമ്മൾ ഉപയോഗിച്ചില്ലായിരുന്നു. ട്രൈക്കോഡർമ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ സ്യൂഡോമോണസ് ഉപയോഗിച്ചിട്ടുണ്ടാകും. ഇത് നമ്മൾ കൊടുക്കാനുള്ള കാരണം വെച്ചാൽ നമ്മൾ മണ്ണിൻ്റെ അകത്താണ് ഇവൻ്റെ സ്പോർട്സ് ഉണ്ടാവുക. അതായത് ഇവൻ്റെ അടുത്ത ഇതിൻ്റെ അകത്തേക്ക് പിന്നെ വളർത്തുന്ന നമ്മുടെ സ്പോർട്സ് നമ്മുടെ മണ്ണിൻ്റെ അകത്തു നിന്നാണ് ഇവൻ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മണ്ണിൻ്റെ അകത്തുനിന്ന് ഇവന്മാരെ എന്താ പറയുക തുടച്ചു നീക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത്. ഇതിപ്പോൾ നമ്മൾ മെയിൽ ചെയ്തു. നമുക്ക് ഇപ്രാവശ്യത്തെ നമ്മുടെ കായിൻ്റെ ഇടുപ്പിനെ നമുക്ക് കുഴപ്പം ഉണ്ടാക്കാൻ തരുന്നില്ല. പിന്നെ എന്താ പറയുക, കുഴപ്പം ഉണ്ടായിട്ടില്ല. നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്താ വെച്ചാൽ ഷൂട്ടിന്റെ ടിപ്പ് എന്നുള്ള താഴത്തോട്ടാണ് ഇതിന്റെ പിന്നെ ഉണക്കം കാണിക്കുക. ആ ഉണക്കവും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷെ വേറൊരു ചെടിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിപ്പം മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പം പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ കൊടുക്കുമ്പോൾ COC ആണെങ്കിലും ശരി, എന്തെങ്കിലും കെമിക്കൽ ആണെങ്കിലും ശരി, അത് കൊടുത്തു കഴിഞ്ഞിട്ട് ഫോളോ അപ്പ് ആയിട്ട് ഉടനെ നമ്മൾ ജീവാണു വളങ്ങൾ അതേപോലെ തന്നെ ജീവാണുമായിട്ടുള്ള നമ്മുടെ കീടസംഹാരികൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ചെടികളെ രക്ഷിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ളൊരു ഉദാഹരണമാണ് സാറിൻ്റെ അടുത്തുള്ളത്. സാറിന് ഇതിനെ പറ്റിയുള്ള കൂടുതലായിട്ട് എന്തെങ്കിലും നമ്മൾ പ്രേക്ഷകരോട് പറയാനുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. ഇതൊരു 100% വിജയമാണ്. ഞാൻ കുറേ കാര്യങ്ങൾ ഓരോരുത്തർ പറയുന്നതിനനുസരിച്ച് ഇതിന് കുറേ ചികിത്സ നോക്കിയതാണ്. അതൊന്നും വിജയിച്ചിട്ടില്ല. അവസാനമാണ് ഞാൻ ഈ IPL-കാരെ ഫോണിൽ ഇങ്ങനെ കണ്ട് ഞാൻ ഇവരുടെ ഫോൺ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഞങ്ങളൊരു KHDP ഉണ്ട്, അവിടെയൊക്കെ അന്വേഷിച്ചു. അവർ നമ്പർ തന്നില്ല. പിന്നെ എങ്ങനെയൊക്കെ എനിക്ക് ഫോണിൽ തന്നെയാണ് കിട്ടിയതാണെന്നൊക്കെ തോന്നുന്നത്. എന്നിട്ടാണ് വിളിച്ചത്. ആദ്യം രാഹുലിനെ പിന്നെ അഭിജിത്തിനെയും വിളിച്ചു. അവർ രണ്ടാളും വന്ന് നോക്കിയിട്ടാണ് ഈ ഡിസിഷൻസ് ഒക്കെ തന്നെ. അവർ പറഞ്ഞ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു. മെയിൽ അതിന് മാറ്റങ്ങൾ പെട്ടെന്ന്, അതായത് 10-15 ദിവസം കഴിഞ്ഞപ്പോഴേക്കന്നെ അതിൻ്റെ മാറ്റങ്ങൾ കണ്ടു. അപ്പോൾ അതിൻ്റെ ഫോളോ അപ്പ് വീണ്ടും ചെയ്തു. ഇപ്പം അത് 100% ഞാൻ വിജയിച്ചിട്ടുണ്ട്. ജാതിയിലും എനിക്ക് കവുങ്ങിലൊക്കെ 100% വിജയിച്ചിട്ടുണ്ട്. ഇപ്പം എൻ്റെ അടുത്ത സുഹൃത്തൊരു കർഷകനോട് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കുരുമുളക് ഇതേമാതിരി നന്നായിട്ട്, അതായത് മഞ്ഞ കളറിലിങ്ങനെ വന്ന് നിൽക്കുകയായിരുന്നു. അതിങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അതൊക്കെ മാറി ഇപ്പം നല്ല ഗ്രോത്തിൽ അത്യാവശ്യം കുറി എവിടെയും കാണാത്ത അത്ര കുരുമുളക് ആ കർഷകൻ്റെ ചെടിയിലുണ്ട്. എൻ്റെ സുഹൃത്ത് ജയപ്രകാശ് എന്നാണ് പേര്, അദ്ദേഹത്തിൻ്റെ ചെടിയിലുണ്ട്. ഇത് ഇതുവരെ ഉണ്ടായതൊക്കെ എനിക്ക് 100% സാറ്റിസ്ഫൈഡ് തന്നെയാണ്. നമ്മളിപ്പോൾ ഏകദേശം നമ്മൾ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 6 മാസം. മെയ് 15-ാം തീയതി മുതലാണ് ഇതിൻ്റെ ഫോളോ. അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പം നമ്മുടെ നാട്ടിലൊരു ഇതുണ്ട്, നമ്മൾ കെമിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഒരു മാറ്റങ്ങൾ വരുള്ളൂ എന്നുള്ളൊരു ഇതുണ്ട്, തെറ്റിദ്ധാരണയുണ്ട്.
അപ്പോൾ നമ്മൾ വരുമ്പോൾ നമ്മൾ അതാ പറഞ്ഞത്, സാറ് ചെയ്തു നോക്കൂ, എന്നിട്ട് എങ്ങനെയുണ്ട് നമുക്ക് നോക്കിയിട്ട് ചെയ്താണ്. നമ്മൾ എന്താണോ ആ രോഗത്തിന്റെ നാച്ചർ, ആ രോഗകാര്യം എന്താണോ അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ടോ, അത് കെമിക്കലായാലും ശരി ബയോളജിക്കലായാലും ശരി നമുക്ക് നല്ല രീതിയിൽ മാറ്റം വരും. അപ്പോൾ അതാണ് ഇപ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ അകത്ത് കൂടി നമുക്ക് തെളിഞ്ഞു വന്നത്. നമ്മൾ എന്ത് കെമിക്കൽ കൊടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മൾ ആ ഒരു നാച്ചറിനെയും കൂടി നമ്മൾ മാറ്റിക്കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു ഫോളോ അപ്പ് ചെയ്തപ്പോഴാണ് നമുക്ക് ഇന്നത്തെ ഈ പ്രാവശ്യത്തെ നമ്മുടെ ഈൽഡിനും അത് ബാധിക്കാതെ നമ്മുടെ രോഗത്തെ മാറ്റിക്കൊണ്ട് നമുക്ക് ഈ ജാതിനെ കൊണ്ടുവരാൻ പറ്റിയത്. അപ്പോൾ ഇത്രയും കാര്യം ഞങ്ങളോട് സഹകരിച്ചതിന് ആദ്യം തന്നെ സാറിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് നമ്മുടെ വീഡിയോ. കൂടുതൽ വിവരമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.